ഞാൻ കേട്ടത് ആ സമയത്ത്. അങ്ങനെ അത് തിരിച്ചു പോവാണ്. പോയതിനു ശേഷം ഞാൻ മെല്ലെ പതുക്കെ മലർന്ന് കിടന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കഴിഞ്ഞില്ല. ആ സമയത്താണ് ഞാൻ കഠിനമായ വേദന അനുഭവിച്ചത്. കാരണം എഴുന്നേൽക്കാൻ വേണ്ടി നമ്മൾ കാലിങ്ങനെ കുത്തി എഴുന്നേൽക്കുമല്ലോ. ആ സമയത്ത് ആണ് ഞാൻ വേദന അനുഭവിച്ചത്. ഈ സംഗതി നടക്കുമ്പോഴൊന്നും വേദന അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ വേദന എന്നുള്ള ഒരു ഉണ്ടായിരുന്നില്ല, ഒരു തരിപ്പ് അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും പകർന്ന് കിടന്ന് എഴുന്നേറ്റിരുന്ന് നോക്കിയപ്പോഴാണ് മുട്ടിന് കീഴെ രണ്ടു കാര്യമില്ല എന്ന് സത്യം ഞാൻ കാണുന്നത്. ആ സമയത്ത് ഞാൻ ശരിക്കും ഉള്ളിൽ തട്ടി നിലവിളിച്ചു പോയിട്ടുണ്ട്. പിന്നെ എന്താണ് സംഭവിച്ചത് മെല്ലെ മെല്ലെ ഓർമ്മ. 15 മിനിറ്റ് പോലും എനിക്ക് അവിടെ തന്നെ കഴിയേണ്ടി വന്നു. കാരണം ആരും വരുന്നില്ല എടുത്തു കൊണ്ടുപോകാനോ രക്ഷപ്പെടുന്നത്. ആരോ ആ സ്ഥലത്തുണ്ടായിരുന്ന ആൾ പോലീസിന് വിവരം കൊടുത്ത് പോലീസ് വന്നിട്ടാണ് എന്നെ എടുത്തു കൊണ്ടുപോകുന്നത് ആശുപത്രിയിലേക്ക്. അപ്പൊ അത്രയും നേരം റോഡിൽ ഇങ്ങനെ രക്തം വാർന്നു പോവുകയായിരുന്നു. അപ്പൊ പോലീസ് വരുമ്പോഴേക്കും പോലീസിന് എന്നെ അറിയാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് എന്നെ തിരിച്ചറിയാൻ സാധിച്ചില്ല. മുഖം മുഴുവൻ രക്തമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ സദാനന്ദ മാഷാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പിന്നെ എന്നെ കെട്ടിപ്പിടിച്ച് അദ്ദേഹം എന്നെ വാരിയെടുത്ത് കെട്ടിപ്പിടിച്ച് എന്റെ മാഷെ എന്നൊക്കെ പറഞ്ഞ് വലിയ ആക്രോശം ഉണ്ടാക്കിയവിടെ അദ്ദേഹം വലിയ ബഹളം ഉണ്ടാക്കി. ഏതായാലും അദ്ദേഹം എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആ കൂട്ടത്തിൽ ഈ വെട്ടിമാറ്റപ്പെട്ട ബാക്കി ഭാഗത്തിന് വേണ്ടി പോലീസുകാർ കുറച്ചു നേരം അവിടെ തെരഞ്ഞു നോക്കി കുറച്ച് അകലെ നിന്ന് ഏതാണ്ടൊരു 10-20 മീറ്റർ അകലെ നിന്ന് അത് കിട്ടി. അതും കൊണ്ടാണ് ആശുപത്രിയിലേക്ക് പോയത്. തുന്നി ചേർക്കാൻ നിർവാഹമില്ല. അപ്പൊ പിന്നെ ഡോക്ടർ പറഞ്ഞു ഒരു 1.5 മണിക്കൂർ കൂടി മാത്രമേ ജീവൻ അവശേഷിക്കൂ, രക്തം ഇങ്ങനെ വാർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും രക്ഷപ്പെട്ടു. വെള്ളയിൽ കടപ്പുറത്തുള്ള 30ഓളം സിംറ്റസ് ചികിത്സകളിൽ ആ സമയത്തേക്ക് മെഡിക്കൽ കോളേജിൽ റെഡിയായിട്ടുണ്ടായില്ല രക്തം തരാൻ വേണ്ടി. അപ്പൊ അതിൽ നിന്ന് 15 പേരുടെ രക്തം ആ പിറ്റേ ദിവസം ഒരു 10 മണി വരെ ഇതിങ്ങനെ കയറ്റിക്കൊണ്ടേയിരുന്നു. 15 പേരുടെ രക്തം. പിന്നീട് ഒരു തവണ 4 പേര്, അങ്ങനെ 19 പേരുടെ ജീവരക്തം ഇന്ന് എന്റെ ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാഷ്ട്രത്തിന് വേണ്ടി നമ്മുടെ സഹോദരങ്ങളുടെ 19 പേരുടെ രക്തം ഇന്ന് എന്റെ ശരീരത്തിലുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ 20 ആളുടെ ബലമാണ് എനിക്കിന്നുള്ളത്. അതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. 20 പേരുടെ ബലം ഒരുമിച്ച് ചേർത്താൽ എന്താണോ അതാണ് ഈ നിൽക്കുന്ന സദാനന്ദ മാഷ്. ഈ 20 പേരെന്ന് പറയുന്നത് ദൈനംദിനം സംഘശാഖയിൽ പോയി നമസ്തേ സദാവത്സലേ മാതൃഭൂമേ എന്ന് ചൊല്ലുന്ന പദദ്വേഷക്കായോ നമസ്തേ 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 എന്ന് ചൊല്ലുന്ന എന്റെ ശരീരം അമ്മയുടെ തൃപ്പാദങ്ങളിൽ വീണുപോയിക്കൊള്ളട്ടെ എന്ന് ദൈനംദിനം പ്രതിജ്ഞ ചെയ്യുന്ന സ്വയംസേവകരുടെ രക്തമാണ് ഈ ശരീരത്തിലുള്ളത് എന്നതാണ് ധൈര്യം. അതാണ് ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിന്റെ ബലത്തിൽ ഇനിയും ജീവിതകാലം മുഴുവൻ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി അതിനുവേണ്ടി മാത്രമായി ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കുന്ന ആത്മവിശ്വാസം. കുടുംബത്തെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചു. എനിക്ക് ആസാമിൽ നിന്ന് കിട്ടിയ നിധിയാണ് എന്റെ ശ്രീമതി എന്ന് ഞാൻ പറയും. ആസാമിൽ ബിഎഡിന് പഠിക്കാൻ പോയ സമയത്ത് അവിടെ ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. അവിടെ നിന്നാണ് പരിചയപ്പെടുന്നത്. അതൊരു കണ്ണൂരുകാരി തന്നെയാണ്. സംഘപശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. ഏത് കാര്യത്തിലും എന്നോടൊപ്പം നിന്നുകൊണ്ട് എല്ലാ പിൻബലവും നൽകുന്ന ഒരു അനുഭവിക്കുകയാണ്. വാസ്തവത്തിൽ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അപ്പോഴും കൂടെ ഉണ്ടാകണം എന്ന പ്രാർത്ഥനയാണ്. മകളും ആ നിലയ്ക്ക് അച്ഛൻ എന്നുണ്ടെങ്കിൽ അച്ഛൻ അനുഷ്ഠിക്കുന്ന ധർമ്മത്തിന് എല്ലാ തരത്തിലുമുള്ള പിന്തുണയും നൽകി ഇവിടെയുണ്ട്. അഭിമാനമാണ് എപ്പോഴും കൊടുത്തിട്ടുള്ളത്. ആ നിലയ്ക്ക് ഞാൻ പരിപൂർണ്ണ സംതൃപ്തനാണ്. മാഷെന്ന്